ജനത്തിനൊപ്പം വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എറണാകുളം ജില്ല സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ല എന്ന് ഇന്നത്തെ ഒരു മലയാള ദിനപത്രത്തിലെ വാർത്തയാണ്. ഇതിനെതിരെ പൊതുജനം പ്രതികരിക്കുന്നു. എറണാകുളം ജില്ലയിലെ പൊതുനിരത്തുകളിൽ മാലിന്യം സമൃദ്ധിയായി ഉണ്ട് എന്നിരിക്കെയാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷൻ 21-ാം ഡിവിഷനിലെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിക്കുന്ന മാലിന്യ കൂമ്പാരത്തിൻ്റെ കഥയുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒരു 3 ടിപ്പർ ലോറിയിൽ കൊള്ളാവുന്നത്ര മാലിന്യമാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് പരിസരവാസികൾ രോഷത്തോടെ പ്രതികരിക്കുന്നു. ആരോഗ്യവകുപ്പിന് പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിസരവാസികളെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റുക. പള്ളുരുത്തി 21-ാം ഡിവിഷനിലെ പുല്ലാർദേശം റോഡിലെ മിൽമ ബൂത്തിന് സമീപമുള്ള ഈ ദുരിത കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ജില്ല മാലിന്യ സമ്പൂർണ്ണ മാലിന്യ ജില്ല എന്ന് മാലിന്യമുക്ത ജില്ല. ഞാൻ എറണാകുളം മാതൃഭൂമിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടില്ല. ഇതാണ് മാലിന്യമുക്ത ജില്ല. ഇതാണ് മാലിന്യമുക്തം. പിന്നെ അതിൻ്റെ ഇടയിൽ പട്ടിയും അതും ഇതൊക്കെ പോയി ചീഞ്ഞ് ഡെയിലി നല്ല സ്മെല്ലാണ്. പിന്നെ എന്താ പറയുക, കുഞ്ഞുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്ലാസ്റ്റിക് ഇടയ്ക്ക് ഈ ചവർ മൊത്തം കത്തും, പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കോർപ്പറേഷൻ ആൾക്കാർ ഇവിടെ വന്ന് നോക്കി പിടിക്കുകയോ ചെയ്യാറുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹെൽത്തിൽ, പക്ഷെ ഇതുവരെ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. പറമ്പിൻ്റെ അടുത്തുള്ള വീട്ടിലെ ആളാണ്. ഇവിടെ ഈ ചവറെല്ലാം കൂമ്പാരമായിട്ട് കിടന്നിട്ട് കുഞ്ഞുണ്ട്. ഇവിടെ കൊച്ചു 2 മാസം പ്രായമായ കുട്ടിയുണ്ട്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ 74 വയസ്സായി. അതിനാണെങ്കിൽ ചുമയും ഇതുമാണ്. ഇതിങ്ങനെ കൂമ്പാരം കൂടി കുറേ നാളെല്ലാവരും ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ മീറ്റിംഗ് എടുത്ത് അവരുടെ ആൾക്കാരെ അന്വേഷിച്ച് ആരും ഒരു നടപടിയും എടുക്കുന്നില്ല. എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ചെയ്തു തന്നെ അതൊരു വലിയ ഉപകാരമായിരിക്കും. നമ്മുടെ കേരളം എന്ത് കേരളം എന്നാണ് എല്ലാവരും പറയണത്. അതേപോലെ ഇവിടെ വന്ന് ശരിയാക്കിയാൽ ഞങ്ങൾക്കൊക്കെ അയൽവാസികൾക്കും എല്ലാവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും. ചെയ്താൽ കൊള്ളാം, അത്രയും പറയാനുള്ളൂ എനിക്ക്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാലിന്യത്തിൻ്റെ ഭയങ്കര നാറ്റങ്ങളും അണുക്കളൊക്കെ വന്നിരിക്കുന്നു. ഭയങ്കര നാറ്റം പറഞ്ഞാൽ അലക്കാനും പിടിക്കാനും പറ്റില്ല. അത്ര മാത്രം നാറ്റമാണ്. കൗൺസിലറോടും ബന്ധപ്പെട്ടവരോടൊക്കെ പറഞ്ഞിട്ട് യാതൊരു നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ മാലിന്യം നീക്കി തരണം.
പ്രായമുള്ള ആളുകളാണ്. ആ പ്രായമുള്ള 85 വയസ്സ് 86 വയസ്സുള്ളവരാണ്. 2 വയസ്സന്മാരാണ് താമസിക്കുന്നത്. രാത്രി ജനൽ തുറന്നിടാൻ പറ്റുന്നില്ല, അത്ര നാറ്റമാണ്. കൊതുക് ധാരാളം. കൊതുകിനെല്ലാം വേറെ കൗൺസിലറോട് പറഞ്ഞ് മറ്റ് റെസിഡൻസ് അസോസിയേഷൻ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.